ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ എന്നൊരു ചോദ്യവുമായി കുറച്ച് ഫരിസേയരും കുറേ ഹെറോദേസ് പക്ഷക്കാരും യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. യേശുവിനെ വാക്കിൽ കുടുങ്ങാനാണ് അവരെത്തിയിരിക്കുന്നത്. പക്ഷേ അവർ തോൽവി സമ്മതിച്ച് ക്രിസ്തുവിൻ്റെ അടുക്കൽ നിന്ന് പിന്മാറുകയാണ്. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ അടുക്കിലേക്ക് അവരെത്തുമ്പോൾ ഈ ആളുകൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരുമ്പോൾ യേശുനാഥനൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ കാപഢ്യം മനസ്സിലാക്കി അവൻ പറഞ്ഞു എന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. തൻ്റെ അടുക്കിലേക്ക് വന്ന മനുഷ്യരുടെ ഹൃദയത്തിലുണ്ടായിരുന്നത് എന്താണെന്ന് യേശുവിന് വളരെ വ്യക്തമായി മനസ്സിലായി. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുവാനാണ്, നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതായി മാറുവാനാണ്. ഇപ്പോൾ യേശുനാഥനെ അവൻ്റെ പക്കലേക്ക് എത്തിയ എല്ലാവരെയും യേശുനാഥൻ അവരെ അനുഗ്രഹിച്ചിരുന്നു. അവരുടെ ജീവിതത്തിന് പുതിയ മാനങ്ങൾ സംഭവിച്ചിരുന്നു. അപ്പോൾ അവനോടടുത്ത് വന്നവരും അവനെ ദർശിച്ചവരുമൊക്കെ സൗഖ്യവും അനുഗ്രഹമൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷേ ചില മനുഷ്യർ മാത്രം അവനിൽ നിന്ന് സങ്കടങ്ങൾ ലഭിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ചില തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, ചില ആളുകൾക്ക് മാത്രം. അതിൻ്റെ കാരണം അവരുടെ മനസ്സിൻ്റെ കാപഢ്യമായിരുന്നു. ഇവിടെ യേശുവിൻ്റെ അടുത്തിലേക്ക് വരുന്ന മനുഷ്യരുടെ കാപഢ്യം അവൻ മനസ്സിലാക്കിയെന്നാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ അവന് വളരെ വ്യക്തമായി നമ്മളെക്കുറിച്ച് അറിയാം. ഇന്ന് അവസാന വിശ്വനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കേണ്ടതാണ്. ദൈവത്തിന് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? വിശുദ്ധമായ ഒരു ഹൃദയമാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. ഇവിടെ കാപഢ്യം നിറഞ്ഞ ഹൃദയവുമായി അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ കുനിഞ്ഞ ശിരസ്സുമായി തോൽവി സമ്മതിച്ച് തിരിച്ചു പോകേണ്ടി വരികയാണ് ഇവർക്ക്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത് ജീവിതത്തിൽ വിജയിക്കാനാണ്, നന്മയുടെ വിജയം കൈവരിക്കാനാണ്. എന്നാൽ കാപഢ്യമുള്ള മനസ്സോടുകൂടെയാണ് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തുന്നതെങ്കിൽ നമ്മൾ പോകുന്നത് കുനിഞ്ഞ ശിരസ്സുമായിട്ടായിരിക്കും. നമ്മളിത് പല ആവർത്തി ചിന്തിക്കേണ്ടതാണ്. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോകുന്നത് കാപഢ്യം നിറഞ്ഞ മനസ്സുമായിട്ടാണോ, അതോ എളിമയുള്ള ഹൃദയവുമായിട്ടാണോ, സ്നേഹമുള്ള ഹൃദയമായിട്ടാണോ? നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ട ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഉണ്ടായിട്ട് വേണം നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പോകാൻ. ഇവിടെ ക്രിസ്തുവിനെ വാക്കിൽ കുടുക്കി അവനെ നശിപ്പിക്കുക എന്നുള്ള കാപഢ്യത്തോടു കൂടിയാണ് പോകുന്നത്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് എത്തുന്നത് ആരെങ്കിലും നശിപ്പിക്കാനുള്ള ചിന്തയോടുകൂടെ ആണെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരാജയമായി ഭവിക്കും. വിശ്വനാഥൻ എന്ന് വളരെ വ്യക്തമായി സുവിശേഷത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പം ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ ഉള്ളിലെ കാപഢ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം വിജയമായി മാറും, നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ കരുണയും കൃപയും നമുക്ക് ലഭിക്കും. ആ ബലത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.